ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിസാൻസ് വ്ലോഗ്. ഇന്ന് രാവിലെ തന്നെ നനയാണ് കേട്ടോ. ഇന്നലെ വളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തെങ്ങിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ നനക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വാഴക്കൊന്നും ഞാൻ നനക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുഴൽക്കിണർ കുത്തിയേക്കണ കാരണം നന്നായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ വാഴക്കൊക്കെ നനച്ചു തുടങ്ങി കേട്ടോ. കൃഷിഭവനിൽ നിന്ന് എനിക്ക് കുറച്ച് വളമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു തെങ്ങിനിടാനായിട്ട്. പക്ഷെ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ചൂടല്ലേ, അപ്പോൾ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇട്ടില്ലായിരുന്നു. ഇപ്പോൾ കുഴൽക്കിണർ കുത്തി വെള്ളമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അത് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കറിവേപ്പിൻ തൈയാണ് കേട്ടോ. തൈയല്ല, ഇപ്പം മരമായിക്കൊണ്ടിരിക്കണു. അടിയിൽ കുറേ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ഉണ്ട് കേട്ടോ. കറിവേപ്പിൻ തൈ ഇതുപോലെ തഴച്ച് വളരാനായിട്ട് ഞാൻ അടിപൊളി ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. പ്രൂണിങ് ആണ്. നന്നായിട്ട് പ്രൂൺ ചെയ്താൽ മതി. അത് കൊല്ലത്തിൽ ഒരിക്കൽ ചെയ്താൽ നന്നായിട്ട് ഇതുപോലെ ബ്രാഞ്ചുകളൊക്കെ വന്ന് ഇതുപോലെ തെങ്ങി നിറഞ്ഞ് നല്ല കറിവേപ്പിൻ തൈ മരമായിട്ട് മാറും കേട്ടോ. ഏതൊരു വീട്ടിലും ഒരു കറിവേപ്പിൻ തൈ ഉള്ളത് നല്ലതാണ്. വിഷാംശമില്ലാത്ത കറിവേപ്പില നമുക്ക് നമ്മുടെ ഫുഡിലൊക്കെ ഇടാലോ. എൻ്റെ കറിവേപ്പിൻ തൈ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. പുതിയ വീട് വെച്ച് താമസിച്ചപ്പോൾ 2 ഗംഗാബോണ്ടൻ തൈ ഞാൻ വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ 5 വർഷമായിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു പൂക്കുല വന്നിരിക്കുന്നത്. ഒരെണ്ണത്തുമ്പോൾ വന്നിട്ടുണ്ട്, ഒരെണ്ണത്തുമ്പോൾ വന്നിട്ടില്ല കേട്ടോ. ഒരെണ്ണത്തിൽ 2 കൊല ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു കൊലയെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇന്ന് നനക്കാൻ പോയപ്പോഴാണ് 2 എണ്ണം ഉള്ളത് കാണുന്നത്. എനിക്ക് വളരെ സന്തോഷമായിട്ടോ അതൊക്കെ കണ്ടപ്പോൾ. അടുത്തത് കണ്ടത് എനിക്ക് മെഗാ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഇതാണ് കുറ്റി കുരുമുളക്. ഞാൻ വള്ളി പോലെ പടരുന്ന കുരുമുളകിൻ്റെ ഒരു കമ്പ് കൊണ്ട് നട്ടിട്ട് കുറ്റി കുരുമുളക് ആക്കിയതാണ് കേട്ടോ. അതിൽ ഒരുപാട് കുരുമുളകിൻ്റെ തിരി ഉണ്ടായിട്ടുണ്ട്. എനിക്കത് കണ്ടിട്ടും സന്തോഷമായിട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.